കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നമ്മുടെ കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് തന്നെത്താൻ പ്രായശ്ചിത്തമായി അർപ്പിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവത്തിന്റെ പ്രത്യേകമായ കൃപ കൊണ്ട് നമ്മയൊക്കെയും നിറച്ച് ഇതുവരെ ദൈവം വഴി നടത്തിയല്ലോ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് വാഴ്വുകൾ. പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് ശ്രദ്ധ തിരിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായമാണ് നാം ഇപ്പോൾ ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കുന്നത്. നാം വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് കണ്ടു. അത് പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ്. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. തിരുവെഴുത്തിലെ മറ്റെല്ലാ പുസ്തകങ്ങളിലും, വിശേഷിച്ച് പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിലും പ്രവചനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രവചന ഗ്രന്ഥം എന്ന് വിളിക്കപ്പെടുവാൻ പുതിയ നിയമത്തിൽ ഈ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ, വെളിപ്പാട് പുസ്തകം. നമ്മൾ ഈ പുസ്തക പഠനത്തിന്റെ ആരംഭ സമയത്ത് ഭാവിയിൽ നടക്കേണ്ടുന്ന സംഭവങ്ങളുടെ ഒരു സാധ്യതാ പട്ടിക എന്ന് പറഞ്ഞാൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളത് എന്നുള്ളതിലല്ല, നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത് എന്ന നിലയിൽ ആ ഭാവികാല സംഭവങ്ങളുടെ ഒരു ക്രമം നമ്മൾ പഠിക്കുകയുണ്ടായി. അതിലേറ്റവും ആദ്യം സംഭവിക്കേണ്ടതും ഏറ്റവും പ്രധാനമായും സംഭവിക്കേണ്ടതും ആയത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മേഘ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവുമാണ്. അതായത് ഉൽപ്രാവണം. ആ ഉൽപ്രാവണത്തിൽ 2 കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരവും. സ്തോത്രം. നമുക്ക് അതേ തുടർന്ന് കാണുവാൻ കഴിയുന്ന മറ്റൊരു സംഭവമാണ്, പ്രത്യേകിച്ച് ലോക ചരിത്രത്തിലെ പ്രധാന പ്രവചന വ്യാഖ്യാതാക്കളായ പല ഭക്തന്മാരുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജോൺ എഫ് വാൽവൂഡ് എന്ന് പറയുന്ന ആള്. ജോൺ എഫ് വാൽവൂഡ്. അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു സംഗതി, അദ്ദേഹത്തിന്റെ എവറി പ്രോഫസി ഓഫ് ദ ബൈബിൾ എന്നൊരു പുസ്തകത്തിൽ, ജോൺ എഫ് വാൽവൂഡ് എന്ന പ്രവചന വ്യാഖ്യാതാവ് ആ വിഷയത്തിൽ വളരെ പ്രാവീണ്യം ഉള്ള ഒരാളായി ക്രൈസ്തവ സഭ അംഗീകരിച്ചിട്ടുള്ള ഒരു ദൈവഭക്തനാണ്. അദ്ദേഹം പറയുന്നത്, ദൈവസഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം ഭൂമിയിൽ നടക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് റിവൈവൽ ഓഫ് ദ റോമൻ എംപയർ. റോമ സാമ്രാജ്യത്തിന്റെ പുനരുദ്ധാരണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉണർവ്. റോമ സാമ്രാജ്യത്തിന്റെ ഉണർവ് സംഭവിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി, ഏതാണ്ട് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 30ഓളം വർഷങ്ങൾക്ക് മുമ്പ്
ചിലരതിനെ 130 പരിഗണിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ഉദയം ചെയ്ത, അതിനു മുൻപ് ഉണ്ടായിരുന്നുവെങ്കിലും ലോക സാമ്രാജ്യ പദവിയിലേക്ക് ഉദയം ചെയ്ത റോമാ സാമ്രാജ്യം ഏതാണ്ട് AD 364 രണ്ടായിട്ട് പിരിഞ്ഞതായി നമ്മൾ കണ്ടു. വെസ്റ്റേൺ റോം എന്നും ഈസ്റ്റേൺ റോം എന്നും, പശ്ചിമ റോം എന്നും പൂർവ റോം, പടിഞ്ഞാറേ കിഴക്കേ റോം എന്ന നിലയിൽ വിഭജിക്കപ്പെട്ടു. ആ വിഭജനത്തിന് ശേഷം റോം എന്ന സാമ്രാജ്യ ശക്തി ഏതാണ്ട് തകരുന്നതായി, താഴുന്നതായി നമുക്ക് കാണാം. എന്നാൽ അത് അശേഷം ഇല്ലാതെയായിട്ടില്ല. ഇന്നും നമുക്കറിയാം റോം എന്ന പേരിൽ ഒരു കൊച്ചു രാജ്യമുണ്ട്. അതിൻ്റെ ഭരണാധിപന്മാരും ഒക്കെ ഉണ്ട്. പോപ്പ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ഒരു ഉച്ചകോടിയിൽ സംബന്ധിച്ചതും അതിനെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെടുത്തി പല കാര്യങ്ങൾ പറയുകയും ട്രോൾ വരികയും വാർത്ത വരികയും ഒക്കെ ചെയ്തതും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആ സംഭവം. അപ്പോൾ പോപ്പ് ലോക രാഷ്ട്ര നേതാക്കന്മാരുടെ കൂട്ടായ്മയിൽ സംബന്ധിപ്പാനിടയായത് താൻ ഒരു രാജ്യത്തിന്റെ തലവനും കൂടെ ആയതുകൊണ്ടാണ്. ഓർമ്മ കാണും നിങ്ങൾക്ക്, BJP ഗവൺമെന്റിന്റെ സമയത്ത് ഒരിക്കൽ പോപ്പ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് രാജകീയ ബഹുമതികളൊക്കെ നൽകി. അതായത് ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തെ രാജ്യം സ്വീകരിച്ചു. പലരും അതിനെ എതിർത്തു. ക്രിസ്തുവിരോധികളായ കുറെ പേർ അതിനെ എതിർത്തുവെങ്കിലും ഗവൺമെന്റിന് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം അദ്ദേഹം ഇവിടെ വന്നതൊരു മത നേതാവായിട്ടല്ല, കത്തോലിക്ക സഭയുടെ പാപ്പായായിട്ടല്ല വന്നത്, ക്രൈസ്തവ സഭയുടെ നേതാവായിട്ടല്ല വന്നത്, ഒരു രാജ്യത്തിന്റെ രാഷ്ട്രത്തലവനായിട്ടാണ്. ഇപ്പൊ റോം എന്ന് പറയുന്ന രാഷ്ട്രം ചെറുതാണെങ്കിലും ഇന്നും നിലനിൽക്കുന്നു. അതിന് ഒരു പുനരുദ്ധാരണം ആവശ്യമാണ്. അത് പുനരുദ്ധരിക്കപ്പെടും. പഴയ പ്രതാപത്തിലേക്ക് അത് ഒന്നും കൂടെ മടങ്ങി വരും. നമ്മൾ എതിർ ക്രിസ്തുവിനെ പറ്റി പഠിച്ച സമയത്ത് കണ്ടു, അവൻ പുനരുദ്ധരിക്കപ്പെട്ട റോമാ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടായിരിക്കും വെളിപ്പെടുക എന്ന്. അപ്പോൾ ആ നിലയിൽ റോമൻ സാമ്രാജ്യത്തിന്റെ പുനരുദ്ധാരണം, ഉണർവ് ഭാവിയിൽ നടക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ദാനിയേൽ 7-ാം അധ്യായം 7-ാമത്തെ വാക്യവും 24-ാമത്തെ വാക്യവും 7-ഉം 24-ഉം ഒന്ന് വായിച്ചോളൂ. ദാനിയേൽ 7 and 24. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുൻപേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. 24. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുൻപിലത്തവരോട് വ്യത്യാസമുള്ളവനായ 3 രാജാക്കന്മാരെ വീഴ്ച കളയും. 10 കൊമ്പുകളിൽ 3 കൊമ്പുകളെ വീഴ്ച കളയുന്ന ഒരു കൊച്ചു കൊമ്പിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ദിവസങ്ങൾ പരാമർശിച്ചിരുന്നു. ആ കൊച്ചു കൊമ്പ് അതെപ്പോഴാണ്? നാം 24-ാമത്തെ വാക്യത്തിൽ കണ്ടു, റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി 10 രാജാക്കന്മാർ എഴുന്നേൽക്കും. അവര് ഭാവിയിൽ എഴുന്നേൽപ്പാനുള്ളതാണ്. അതാണ് നാം ദാനിയേൽ 2-ാം അധ്യായത്തിൽ കാണുന്ന ബിംബത്തിന്റെ 10 വിരലുകൾ. 2-ാം അധ്യായത്തിൽ കാണുന്ന
നെബൂഖദ്നേസർ കണ്ട സ്വപ്നം, ആ ബിംബം, ആ ബിംബത്തിന്റെ 10 കാൽവിരലുകൾ. ഇപ്പൊ നെബൂഖദ്നേസർ കണ്ട സ്വപ്നം എന്താണെന്ന് നമുക്കറിയാമല്ലോ. God was showing Nebuchadnezzar, the Babylonian, the heathen king, about God's future political plan for the world. So the great image in chapter 2 of Daniel is the political calendar or the political timetable of the world. ദാനിയേൽ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവിന് ദൈവം കാണിച്ചു കൊടുത്ത ആ വലിയ ബിംബത്തിന്റെ സ്വപ്നം, that was his first dream. നെബൂഖദ്നേസറിന്റെ 1-ാമത്തെ സ്വപ്നമായ 2 സ്വപ്നങ്ങളുണ്ട്. 2-ാമത്തെ അധ്യായത്തിലും പിന്നീട് 4-ാം അധ്യായത്തിലും. അങ്ങനെ 2 സ്വപ്നങ്ങളാണ് നെബൂഖദ്നേസർ കണ്ടത്. അതിൽ 1-ാമത്തെ സ്വപ്നമാണ് ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിൽ. അതൊരു വലിയ ബിംബത്തെ കുറിച്ച്. ആ ബിംബം എന്തിനെ കാണിക്കുന്നു? നെബൂഖദ്നേസറിന്റെ കാലം മുതൽ, അല്ലെങ്കിൽ ബാബിലോണ്യ സാമ്രാജ്യം മുതൽ യേശുക്രിസ്തു ലോക ഭരണം ഏറ്റെടുക്കുന്നത് വരെ ഭൂമിയിൽ നിലനിൽക്കുന്ന മാനുഷിക ഭരണകൂടങ്ങളുടെ ഒരു ചിത്രമാണ് നാം അവിടെ കാണുന്നത്. മാനുഷിക ഭരണകൂടങ്ങളുടെ ഒരു ചിത്രം, അല്ലെങ്കിൽ ലോക രാഷ്ട്രീയ കലണ്ടർ, ലോക രാഷ്ട്രീയ ടൈം ടേബിൾ, സമയക്രമം എന്ന് നമുക്ക് ആ ബിംബത്തിന്റെ സ്വപ്നത്തെ മനസ്സിലാക്കാം. അതിലാണ് 4 സാമ്രാജ്യങ്ങൾ ഉള്ളത്: ബാബിലോണും മേദ്യ പേർഷ്യയും ഗ്രീസും റോമും. റോമിന്റെ അന്തിമഘട്ടത്തിലാണ് പാദങ്ങളും വിരലുകളും, ആ ബിംബത്തിന്റെ പാദങ്ങളും വിരലുകളും, അത് കളിമണ്ണും ഇരുമ്പും കൂടിക്കലർന്ന ഒരു മിശ്രിതമാണ്. പക്ഷേ കളിമണ്ണും ഇരുമ്പും കൂടെ ഒരിക്കലും കൂടിയോജിക്കത്തില്ല. അതുപോലെ ഇന്നത്തെ ഭരണകൂടങ്ങൾ, ഇപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഭരണം നടത്തുന്ന ഭരണകക്ഷി ഒന്നിലധികം പാർട്ടികളുടെ ഒരു അലയൻസ് ആണ്, ഒരു സഖ്യതയാണ്. തമ്മിൽ വിയോജിപ്പുള്ള പല കാര്യങ്ങളുമുണ്ട്, തമ്മിൽ യോജിപ്പില്ലാത്ത പലതുമുണ്ട്. ഇന്ത്യ സഖ്യം, പ്രതിപക്ഷത്തിരിക്കുന്നവർ എത്ര കൊച്ചു കൊച്ചു പാർട്ടികളുടെ ഒരു സങ്കലനമാണ്. പരസ്പരം യോജിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ എങ്ങനെയൊക്കെയോ അങ്ങ് കഴിഞ്ഞു പോവുകയാണ്. ഇന്ന് ബ്രിട്ടനിലെ റിസൾട്ട് വന്നു, നിങ്ങൾ വാർത്തകളൊക്കെ അറിഞ്ഞു കാണും. ഭരണകക്ഷി അവിടുന്ന് പോയി. ഇംഗ്ലീഷ് രാജ്യത്ത് പുതിയ ഭരണം വന്നു. അമേരിക്കയിൽ പുതിയ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. ഇതൊക്കെയാണെങ്കിലും കുറെ നാള് ഈ ജനായത്ത ഭരണം അല്ലെങ്കിൽ ഡെമോക്രസി വളരെ നന്നായിട്ടൊക്കെ നിന്നു. ജനത്തിന് തങ്ങളെ ഭരിക്കേണ്ടവരെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. ജനങ്ങളാൽ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന എന്നൊക്കെ അഭിമാനം കൊണ്ടു. പക്ഷേ ഇന്ന് പല രാജ്യങ്ങളിലും ജനാധിപത്യം പരാജയമായി കൊണ്ടിരിക്കുന്നു. ജനാധിപത്യം പരാജയമാകുന്നു. ജനാധിപത്യത്താൽ ഭരണതലത്തിലെത്തിയവർ ജനത്തെ പരിഗണിക്കുന്നില്ല. ജനാധിപത്യത്തിന്റെ ഹിംസകരായി തീരുന്നു. ജനാധിപത്യത്തെ കൊല്ലുന്നവരായി തീരുന്നു. പാർലമെന്റുകളിൽ പോലും അതിനെപ്പറ്റിയുള്ള മുറവിളികൾ നമുക്ക് കേൾക്കാം.
അങ്ങനെ ജനായത്ത ഭരണം മാറി. അതിൽ ആൾക്കാര് അല്ലെങ്കിൽ ജനം ക്ഷീണിച്ചു വശായി. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ 10 രാജാക്കന്മാർ ആ റോമൻ ഭരണത്തിന്റെ അന്ത്യസമയങ്ങളിൽ എഴുന്നേൽക്കുമെന്ന് 10 കാൽവിരലുകൾ 2-ാം അധ്യായം ദാനിയേലിൽ സൂചിപ്പിക്കുന്നു. അതേ കാര്യം 7-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. 4-ാമത്തെ മൃഗം ആരെ സൂചിപ്പിക്കുന്നു? ദാനിയേൽ 7-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവാചകൻ കണ്ട 4-ാമത്തെ മൃഗം. 7-ാം വാക്യം ഒന്നും കൂടെ വായിച്ചു. എതിർ ക്രിസ്തുവിനെ കാണിക്കുന്നു. അല്ല, 7-ാം അധ്യായം 7-ാം വാക്യം ഒന്നും കൂടെ വായിച്ചോളൂ. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുൻപേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഇത് 4-ാമത്തെ മൃഗമാണ്. ദാനിയേൽ ഇവിടെ 4 മൃഗങ്ങളെയാണ് കാണുന്നത്. ലോക മഹാസമുദ്രത്തിൽ നിന്ന്, ജനസാഗരങ്ങളിൽ നിന്ന്, മനുഷ്യരുടെ ഇടയിൽ നിന്ന് വരുന്ന 4 മൃഗങ്ങൾ. ഒന്നാമത്തേത് സിംഹത്തിന് തുല്യം. അത് സിംഹതുല്യനായ നെബൂഖദ്നേസറിനെയും സിംഹം രാഷ്ട്രത്തിന്റെ അടയാളമാക്കപ്പെട്ടിരിക്കുന്ന ബാബിലോണിനെയും കാണിക്കുന്നു. 2-ാമത്തെ മൃഗം കരടിയോട് തുല്യം. വായിൽ 3 എല്ല് കഷണങ്ങൾ, ഒരു കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അതായത് 2 ഭരണങ്ങൾ ഒരുമിച്ച്, മേദ്യയും പേർഷ്യയും. 3-ാമത്തെ മൃഗം പുള്ളിപ്പുലിക്ക് സമം. പുള്ളിപ്പുലി ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ മൃഗമാണ്. ഏറ്റവും വേഗത കൂടിയ മൃഗം. ശാസ്ത്രീയമായും അങ്ങനെ തന്നെ. പക്ഷേ ഒരു കുഴപ്പമുണ്ട് അതിന്. ആ വേഗത അധിക സമയമോ അധിക ദൂരമോ നിലനിർത്താൻ അവയ്ക്ക് കഴിയില്ല. വളരെ ഹ്രസ്വദൂരം മാത്രമേ ഈ അതിവേഗതയിൽ അതിനോടാൻ പറ്റൂ. അത് കഴിയുമ്പം അത് എനിക്ക് വയ്യെന്നും പറഞ്ഞ് അവിടെ കിടക്കും. തൊട്ടടുത്തൂടെ ഇര പോയാലും അനങ്ങത്തില്ല പിന്നെ. അത് ഗ്രീസിലെ പ്രഥമ രാജാവായിരുന്ന അലക്സാണ്ടറിനെയും കാണിക്കുന്നു. ഈ ചീത്തയുടെ, ഈ പുള്ളിപ്പുലിയുടെ അതിവേഗതയിലാണ് അലക്സാണ്ടർ ലോകഭരണം കൈയടക്കിയത്. ഏതാണ്ട് ഒരു 7 വർഷം കൊണ്ട്, വെറും 7 വർഷം കൊണ്ടാണ് ചെറുപ്പക്കാരനായ അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ, ലോകത്തെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയത്. 2-ാമത്തെ അധ്യായം ദാനിയേലിൽ നാം കാണുന്ന വയറും അരയും താമ്രം കൊണ്ട്, അത് ഗ്രീസിനെ കാണിക്കുന്നതാണ്. മഹാനായ അലക്സാണ്ടറിന്റെ ആയുധങ്ങളെല്ലാം തീർത്തിരുന്നത് ഈ താമ്രം കൊണ്ടാണ്. താമ്ര ആയുധങ്ങളായിരുന്നു അലക്സാണ്ടറിൻ്റെത്. വളരെ കൃത്യതയോടെ പരിശുദ്ധാത്മാവ് ദാനിയേലിന് വെളിപ്പെടുത്തി. എന്നിട്ട് 7-ാം അധ്യായത്തിൽ ഗ്രീസിന്റെയും അലക്സാണ്ടറിന്റെയും പ്രതിനിധാനം ചെയ്യുന്ന മൃഗമായിരുന്നു പുള്ളിപ്പുലി. അതിന്റെ വേഗത, അതേ വേഗതയിൽ
അലക്സാണ്ടർ ലോകത്തെ പിടിച്ചടക്കി. പക്ഷേ പുള്ളിപ്പുലിയുടെ സ്വഭാവം പോലെ വളരെ പെട്ടെന്ന് അത് അസ്തമിച്ചു. 10 വർഷം കഷ്ടിച്ചു പോലും ഓടിയില്ല. അതിനു മുമ്പ് തന്നെ അലക്സാണ്ടർ മരിച്ചു. തൻ്റെ രാജ്യം തൻ്റെ 4 മിലിറ്ററി അല്ലെങ്കിൽ ആർമി തലവന്മാർ വീതിച്ചെടുത്തു. കസാണ്ടർ അല്ലെങ്കിൽ സസാണ്ടർ എന്ന് പറയും ഒരാൾ. മറ്റൊരുത്തന്റെ പേര് സെലൂക്കസ് എന്നാണ്. മൂന്നാമൻ ലിസിമാക്കസ്, 4-മൻ ടോളമി. ഇങ്ങനെ 4 പട്ടാള മേധാവിമാർ ഗ്രീസിനെ വീതിച്ചെടുത്തു. അതാണ് നാം 7-ാം അധ്യായത്തിൽ കാണുന്ന പുള്ളിപ്പുലിക്ക് എത്ര തലയുണ്ട്? 4 തല. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ ആണോന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത്. 4 തല. ആ 4 തല ഈ 4 ഭരണാധിപന്മാരെ കുറിക്കുന്നു. ഈ അലക്സാണ്ടറിന്റെ മരണശേഷം തൻ്റെ രാജ്യത്തെ, വിശാലമായ ഗ്രീസ് സാമ്രാജ്യത്തെ പരസ്പരം പകുത്തെടുത്ത 4 മിലിറ്ററി ജനറൽസ്, അവരെയാണ് 4 തല കൊണ്ട് വിവക്ഷിക്കുന്നത്. ഇതേ പ്രകാരം തന്നെ നാം കാണുന്നു 4-മതൊരു മൃഗം. അപ്പോൾ 3 മൃഗങ്ങളെ നേരത്തെ കണ്ടു: സിംഹം, കരടി, പുള്ളിപ്പുലി. ഇത് 3 രാഷ്ട്രങ്ങളായിരുന്നു, അല്ല 3 സാമ്രാജ്യങ്ങൾ, എംപയേഴ്സ് ആയിരുന്നു. അതുപോലെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു 4-മതൊരു മൃഗം. ഈ 4-മത്തെ മൃഗം എന്ന് പറയുന്നത് 4-മത്തെ സാമ്രാജ്യമാണ്. The 4th empire, the 4th empire of Romans. റോമ സാമ്രാജ്യത്തെയാണ് ഈ 4-മത്തെ മൃഗം വ്യക്തമാക്കുന്നത്, പഠിപ്പിക്കുന്നത്. ആ 4-മത്തെ മൃഗത്തിന്റെ പ്രത്യേകത കണ്ടോ? 10 കൊമ്പുകളുണ്ട്. തത്തുല്യമായി 2-ാം അധ്യായത്തിലെ വിഗ്രഹത്തിന്, ബാക്കി പറയാമോ? 10 വിരലുകൾ, 10 കാൽവിരലുകൾ. മറ്റൊരു സമാനത, 2-ാം അധ്യായത്തിലെ ബിംബത്തിന്റെ കാലുകൾ ഏത് ലോഹനിർമ്മിതമാണ്? ഇരുമ്പും കളിമണ്ണും. ഇരുമ്പ്. ആ കളിമണ്ണ് പാദത്തിലേക്ക് വരുമ്പോഴേ ഉള്ളൂ. കാല് ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 7-ാം അധ്യായത്തിലെ 4-മത്തെ മൃഗം റോമ. അതിന്റെ പല്ലുകൾ എന്തുകൊണ്ടുള്ളതാണ്? ഇരുമ്പ്. അപ്പോൾ 2-ാം അധ്യായത്തിലെ ബിംബത്തിന്റെ കാലുകളും 7-ാം അധ്യായത്തിലെ 4-ാം മൃഗത്തിന്റെ പല്ലുകളും ഇരുമ്പ് കൊണ്ട്, രണ്ടും ഒന്നാണെന്ന് ചിത്രീകരിക്കുന്നു. 2-ാം അധ്യായത്തിലെ വിഗ്രഹത്തിന്, ആ ബിംബത്തിന് 10 കാൽവിരലുകൾ. അതുപോലെ തന്നെ 7-ാം അധ്യായത്തിലെ 4-ാം മൃഗത്തിന് 10 കൊമ്പുകൾ. 10 കൊമ്പുകൾ. 2-ാം അധ്യായം 44-45 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു, ഈ രാജാക്കന്മാരുടെ കാലത്ത്, ഈ 10 രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം തൻ്റെ ഒരിക്കലും ഇളകിപ്പോകാത്ത രാജ്യം സ്ഥാപിക്കും. നമ്മളിപ്പോൾ ദാനിയേൽ 7:24 വായിച്ചു. ഓർമ്മയുണ്ടോ? ഒന്നും കൂടെ വായിച്ചോളൂ. വന്നാൽ 7:24.
ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽക്കുവാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും മതി മതി മതി. ഈ 10 രാജാക്കന്മാരുടെ കാലത്ത് അവരുടെ ആ ഭരണത്തിന്റെ ഒടുവിലായി വേറെ ഒരു രാജാവ് എഴുന്നേൽക്കും. ആ വേറൊരു രാജാവ് എന്ന് പറയുന്നതാണ് ദ ലിറ്റിൽ ഹോൺ, ആ ചെറിയ കൊമ്പ്, എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് റോമൻ സാമ്രാജ്യത്തിന് ഒരു ഉണർവ്, ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇനി ഉണ്ടാകും. അതിൻ്റെ പിന്തുടർച്ചയായിട്ടായിരിക്കും എതിർ ക്രിസ്തു ഭരണം നടത്തുന്നത്. സ്തോത്രം. ഇത്രയും പറഞ്ഞതിൽ ആർക്കും ആശയക്കുഴപ്പമില്ലല്ലോ. കാരണം ദാനിയേലിലെ മൃഗങ്ങളെ കുറിച്ചും ഒന്നും സാധാരണ നമ്മുടെ പ്രസംഗങ്ങളിൽ കേൾക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് ചിലർക്ക് അതിനെപ്പറ്റി അറിവ് കാണില്ല. ആദ്യമായിട്ട് ഈ മൃഗവും ബിംബവും 10 കൊമ്പും ഇരുമ്പ് പല്ലും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരല്പം ആശയക്കുഴപ്പം ഉണ്ടാകാനോ മനസ്സിലാകാതിരിക്കാനോ സാധ്യതയുണ്ട്. അത് സ്വാഭാവികം തന്നെയാണ്. ഇത്രയും മനസ്സിലായല്ലോ. വിശദീകരണ വിഷയങ്ങൾ വേണ്ടല്ലോ കൂടുതൽ. എങ്കിൽ ജോൺ എഫ് വാൾവുഡ് പറയുന്നത് പോലെ ഈ പഴയ റോമാ സാമ്രാജ്യത്തിന് ഒരു ഉണർവ് സംഭവിക്കണം. ആ ഉണർവിന്റെ ഭാഗമായിട്ടാണ് എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശം. അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ നോക്കിയതാണ്. നേരത്തെ ആദ്യത്തെ ഒരു 30 സംഭവ പരമ്പരകളെ പറ്റി നമ്മൾ പറഞ്ഞതിനകത്ത് ഈ വിധ കാര്യങ്ങളെല്ലാം ഉൾപ്പെടും. ആ പ്രവചനങ്ങൾ 6-ാം അധ്യായം മുതൽ നിറവേറുന്നതായി നമുക്ക് കാണാം. അതിനുവേണ്ടി നമ്മുടെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട പുസ്തകം യേശുക്രിസ്തു പിതാവിന്റെ പക്കൽ നിന്ന് വാങ്ങി. അത് 7 മുദ്രകളാൽ മുദ്രിതമാണ്. അതിന്റെ മുദ്രകൾ പൊട്ടിക്കുന്നു. ആ പുസ്തകത്തെക്കുറിച്ചും നാം ഇന്നലെ കണ്ടു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല എന്നുള്ള സങ്കീർത്തന ഭാഗം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നമ്മുടെ വീണ്ടെടുപ്പ് നമ്മുടെ കർത്താവ് സാധ്യമാക്കുകയാണ്. അങ്ങനെ നമ്മെ വീണ്ടെടുത്ത, മാനവ സമൂഹത്തെ വീണ്ടെടുത്ത വ്യക്തിക്ക് മാത്രമാണ് ഈ പുസ്തകം വാങ്ങാനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കുവാനും അല്ലെങ്കിൽ തുറക്കുവാനുമുള്ള അധികാരം. അതിനാണ് ഓപ്പൺ ചലഞ്ച്, ഒരു തുറന്ന വെല്ലുവിളി സ്വർഗത്തിൽ ദൂതൻ 3 ലോകവും കേൾക്കുമാറ് വിളിച്ചു പറഞ്ഞത്. പക്ഷേ മൂവുലകിലും യോഗ്യനായിട്ട് ആരെയും കണ്ടില്ല. ഒടുവിൽ ജയാളിയായ ഒരുവൻ യോഗ്യനായി മുമ്പോട്ട് വന്നു. അത് നസ്രായനായ യേശുവാണ്. യേശുവിന് മാത്രമേ അതിന് യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുമുണ്ട്. ഉണ്ടായിരുന്നുള്ളൂ എന്നതിന് തെളിവാണ് യേശു മാത്രമേ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചിട്ടുള്ളൂ. ക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യന് ആത്മരക്ഷയുള്ളൂ. യേശു മാത്രമാണ് ഏക ലോകരക്ഷകൻ എന്ന് വെളിപ്പാട് 5-ാം അധ്യായം വിളിച്ചു പറയുന്നു. അങ്ങനെ കുഞ്ഞാട് ഏക യോഗ്യനായി
പുസ്തകം വാങ്ങി. എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്ന വീണ്ടെടുപ്പിന്റെ നടപടികൾ തുടങ്ങുകയാണ്. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ വെറും സാധാരണ അർത്ഥത്തിൽ പറഞ്ഞാൽ തിരിച്ചുപിടിക്കൽ. വീണ്ടെടുപ്പിന്റെ വെറും സാധാരണ അർത്ഥമാണ് തിരിച്ചുപിടിക്കുക, നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കുക. അന്യാധീനപ്പെട്ടു പോയത് തിരികെ സ്വന്തമാക്കുക എന്നതാണ് വീണ്ടെടുപ്പിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം. ഏറ്റവും ലളിതമായ അർത്ഥം. അതിൽ നമ്മൾ കണ്ടു, ഭൂമി ആരുടേതാണ്? ദൈവത്തിന്റെ. അത് ആർക്ക് കൊടുത്തിരിക്കുന്നു? മനുഷ്യർക്ക്. പക്ഷേ മനുഷ്യന്റെ പാപം നിമിത്തം ദൈവം മനുഷ്യന് കൊടുത്ത ഭൂമിയും മനുഷ്യനും അന്യാധീനപ്പെട്ടു പോയി. മനുഷ്യൻ അത് നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് അതിനെ വീണ്ടെടുക്കണം. ജന്മം വിൽക്കരുതെന്നാണ് ദൈവത്തിന്റെ നിയമം. എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ദൈവം നൽകിയ ഭൂമിയെ വിൽക്കരുത്. അങ്ങേയറ്റം പോയാൽ സാധിക്കുന്നത് 49 വർഷം, ജൂബിലി ഇയർ എന്നറിയപ്പെടുന്ന 49 വർഷങ്ങളാണ്. എന്നാൽ ഏഴാം വർഷം തന്നെ അത് ചെയ്തു കൊള്ളണം. വീണ്ടെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ 49 വർഷം വരെ കൈവശം വയ്ക്കാം. അത് വെറും ഒരു കൈവശാവകാശം മാത്രം, പേരിൽ കൂട്ടാൻ അനുവാദമില്ല. ആ നിയമം അനുസരിച്ച് ദൈവം പ്രപഞ്ചത്തെ വീണ്ടെടുക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടു. കൂടെ നിങ്ങൾ വരുന്നുണ്ടല്ലോ. ദൈവം പ്രപഞ്ചത്തെ വീണ്ടെടുക്കുന്ന, തിരിച്ചുപിടിക്കുന്ന, വീണ്ടും തൻ്റെ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയ ആരംഭിക്കുന്നു. അത് ഈ നഷ്ടപ്പെട്ടുപോയ ഭൂമിയെ തിരിച്ചു പിടിക്കണമെങ്കിൽ എന്താ വേണ്ടത്? എന്ത് ചെയ്താൽ മതി? നമ്മൾ രൂത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. രൂത്തിന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കണം. അത് നാം കാണുന്നു. ബോവസിന്റെ അടുക്കൽ വീണ്ടെടുപ്പിന്റെ വിഷയങ്ങളുമായി എത്തി. ബോവസ് പറയുന്നു, എന്നെക്കാൾ അടുത്ത ഒരു ചാർച്ചക്കാരനുണ്ട്, അവൻ വീണ്ടെടുക്കുന്നില്ലെങ്കിലേ എനിക്ക് പറ്റുള്ളൂ. അങ്ങനെ അടുത്ത ദിവസം അടുത്ത ചാർച്ചക്കാരനുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? രൂത്തിനെ വീണ്ടെടുക്കണമെന്നാണോ? അല്ല. നമ്മുടെ ചാർച്ചക്കാരന്റെ വസ്തുവകകൾ വീണ്ടെടുക്കണം. നവമി മാത്രമേ ഇപ്പോൾ ആ കുടുംബത്തിലുള്ളൂ. അവളുടെ വസ്തുവകകൾ വിൽക്കുകയാണ്. അത് നീ വീണ്ടെടുക്കണം. വസ്തുവകകളാണ്, ഭൂമിയാണ് വീണ്ടെടുക്കേണ്ടത്. ആദ്യത്തെ ചാർച്ചക്കാരൻ തയ്യാറായപ്പോൾ പറഞ്ഞു, ഭൂമി വീണ്ടെടുക്കുകയാണെങ്കിൽ കൂടെ ഒരു മരുമോള് കൊച്ചുണ്ട്, അവളെയും കൂടെ വീണ്ടെടുക്കണം. അയ്യോ, അതെനിക്ക് വയ്യ. നിനക്ക് അത് വയ്യായെങ്കിൽ പിന്നെ ഭൂമിയെയും വീണ്ടെടുക്കാൻ നിനക്ക് പറ്റില്ല. അവനവന്റെ ചെരുപ്പ് ഊരി കൊടുത്തു. ഞാൻ സമ്മതമാണ്, ഞാൻ പിന്മാറിയിരിക്കുന്നു. അപ്പോഴാണ് രണ്ടാമനായ ബോവസ് രൂത്തിനെ തൻ്റെ പങ്കാളിയാക്കിക്കൊണ്ട് അവളുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് അവകാശപ്പെട്ട വസ്തുവകകളും കൂടെ വീണ്ടെടുക്കുന്നു. അപ്പൊ കണ്ടോ, വീണ്ടെടുക്കുവാൻ ആത്യന്തികമായി ആരെ വീണ്ടെടുത്താൽ മതിയായിരുന്നു? ആളിനെ, വ്യക്തിയെ, ഇവിടെ രൂത്തിനെ. അതിലൂടെ അവളുമായി ബന്ധപ്പെട്ട എല്ലാ ഭൂമിയും
ആ വീണ്ടെടുപ്പുകാരന്റെ വകയായി തീർന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതുപോലെ നമ്മുടെ മനുഷ്യന്റെ പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയ ഭൂമിയെ, മുഴുപ്രപഞ്ചത്തെ, ഭൂമിയെന്ന് മാത്രമല്ല മുഴുപ്രപഞ്ചത്തെയും വീണ്ടെടുക്കണം. അതിനുള്ള എളുപ്പവഴി എന്താണ്? മനുഷ്യനെ വീണ്ടെടുക്കുക. മനുഷ്യനെ വീണ്ടെടുക്കുക. രൂത്തിനെ വീണ്ടതിലൂടെ അവളുടെ വസ്തുവകകളെയെല്ലാം വീണ്ടെടുത്തതുപോലെ മനുഷ്യനെ മാത്രം വീണ്ടെടുക്കുന്നതിലൂടെ അവൻ നിമിത്തം നഷ്ടപ്പെട്ട മുഴുഭൂമിയെയും പ്രപഞ്ചത്തെയും വീണ്ടെടുക്കുക. അങ്ങനെ പാപത്തിലാണ്ടുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കി. അതിൽ വീണ്ടെടുപ്പുകാരനായി വീണ്ടെടുപ്പിന്റെ വില മുഴുവൻ കൊടുത്തതൊരുവൻ മാത്രം, യേശു ക്രിസ്തു. ഇപ്പോൾ ആ വില കൊടുത്തു വാങ്ങിയതിൻ്റെ രേഖകളെല്ലാം പരിശോധിച്ച് അതിലെ നടപടിക്രമങ്ങളിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടെടുത്ത വസ്തുക്കളെ സ്വന്തമാക്കുവാനുള്ള ഒരു ഉദ്യമമാണിവിടെ. അതിന് ഈ പുസ്തകം വാങ്ങാൻ ഏക യോഗ്യൻ ആര് മാത്രം? കുഞ്ഞാട്, ദൈവകുഞ്ഞാട് മാത്രം. മറ്റാർക്കും അതിന് യോഗ്യതയില്ല. അതുകൊണ്ട് കുഞ്ഞാട് വന്ന് പുസ്തകം വാങ്ങി. ഇപ്പോൾ കുഞ്ഞാട് പുസ്തകം തുറന്ന് അതിലെ നടപടിക്രമങ്ങൾ ചെയ്ത് മുഴുപ്രപഞ്ചത്തിന്റെയും വീണ്ടെടുപ്പ് സാധ്യമാക്കുകയാണ്. ഇത്രയും വ്യക്തമാണോ എല്ലാവർക്കും? 49 വർഷത്തിന്റെ കണക്ക് എന്തുവായിരുന്നു പറഞ്ഞേ? 49 വർഷം ജൂബിലി ഇയർ എന്ന് പറയും. ഇസ്രായേൽ മക്കൾ ഒരു അടിമയായിട്ട് ഒരുവനെ വെച്ചാൽ 6 വർഷം അടിമയായി സേവിച്ച ശേഷം 7-ാം വർഷം അവനെ സ്വതന്ത്രനായിട്ട് വിട്ടയക്കണം. അതുപോലെ നഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ തിരികെ വാങ്ങാൻ 7 വർഷം കഴിയുമ്പോൾ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയനുസരിച്ച് വാങ്ങുന്നില്ല എങ്കിൽ, വാങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ, വീണ്ടെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അങ്ങനെ 7 വർഷം കൂടുന്ന 7 തവണകൾ, 7 49 വർഷം കഴിയുമ്പോൾ ഉടമസ്ഥന് അതെല്ലാം തിരികെ കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. അതാണ് ജൂബിലി ഇയർ എന്ന നിലയിൽ അറിയപ്പെടുന്നത്. ഈ 49 വർഷം കഴിഞ്ഞ് 50-ാമത്തെ വർഷം അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ വർഷമായി പരിഗണിക്കപ്പെടുന്നത്. ഇപ്പൊ ഈ ഭൂമിയുടെ വിഷയത്തിൽ ഇതെങ്ങനെയാണ്? മനുഷ്യന്റെ പാപം നിമിത്തം ഭൂമി അവന് നഷ്ടമായി തീർന്നു. ദൈവത്തിൻ്റെതാണ് ഭൂമി. ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതിനു മുമ്പൊരിക്കൽ വീണ്ടെടുപ്പിന്റെ നിയമത്തെപ്പറ്റി പഠിച്ചിരുന്നു. ദൈവം അവിടെ പറയുന്നു, ഭൂമി ജന്മം വിൽക്കരുത്, അതെൻ്റെതാ. നിങ്ങൾക്ക് താമസിക്കാൻ തന്നിരിക്കുക, അതായത് പാട്ടത്തിനാണ് നിങ്ങൾ താമസിക്കുന്നത്. വാടകയ്ക്ക് താമസിക്കുന്ന എനിക്ക് ഈ വീട് വിൽക്കാൻ അനുവാദമില്ല. ഞാൻ ആ ഉടമസ്ഥനെന്നും പറഞ്ഞ് ചിലരൊക്കെ വന്ന് ചോദിക്കും, സാറേ വീട് വിൽക്കുന്നോ? വീട് വിൽക്കുന്നെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കോളാം, എന്താണ് അതിന്റെ വില? പക്ഷേ വാടകക്കാരനായി എനിക്ക് വീട് വിൽക്കാൻ നിയമമില്ല, അനുവാദമില്ല. എനിക്ക് അതിന് സാധ്യമല്ല. ഇത് തന്നെയാണ് ദൈവം പറഞ്ഞത് ഇസ്രായേലിനോട്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അതെൻ്റെതാ, ആ സ്ഥലം എൻ്റെതാണ്, അത് ജന്മം വിൽക്കുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല, നിങ്ങൾ വിറ്റുകൂടാ, നിങ്ങൾ പാട്ടക്കാരാ. അതുകൊണ്ട് എന്ത് ചെയ്യണം?
അഥവാ നിങ്ങളുടെ സ്ഥലം അന്യാധീനപ്പെട്ടാൽ, വിറ്റാൽ, അത് നിങ്ങൾ 7-ാം കൊല്ലം വീണ്ടെടുത്തോണം. അത് ഭൂമിയുടെ തന്നെ വീണ്ടെടുപ്പിന്റെ നിയമമാണ്. അത് നമ്മൾ 5-ാം അധ്യായം പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. അങ്ങനെ മനുഷ്യൻ നിമിത്തം പാപമുണ്ടായി, പാപം നിമിത്തം ഈ ഭൂമി തന്നെ മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടുന്നു, അന്യാധീനപ്പെടുന്നു. ഇതിനെ വീണ്ടെടുക്കണം. അതിന് ആരാണതിന്റെ ഉടമസ്ഥൻ? ദൈവം. ദൈവം. നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടതുകൊണ്ട്, മനുഷ്യന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടതുകൊണ്ട് ദൈവത്തിന് ദൈവമായി വന്ന് വീണ്ടെടുക്കുവാൻ കഴിയില്ല. ആരുടെ കയ്യിൽ നിന്നാണോ നഷ്ടപ്പെട്ടത്, ആരാണോ നഷ്ടപ്പെടുത്തിയത്, അവനോ അവന്റെ അടുത്ത ബന്ധുവോ മാത്രമേ അത് വീണ്ടെടുക്കാൻ പറ്റൂ. മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ദൈവത്തിന് ദൈവമായി വീണ്ടെടുക്കുവാൻ ദൈവത്തിന്റെ തന്നെ നിയമം അനുവദിക്കുന്നില്ല. പകരം ഈ നഷ്ടപ്പെടുത്തിയ മനുഷ്യന്റെ ബന്ധു അതേ കുലത്തിൽ, അതേ ഗോത്രത്തിൽ പിറന്ന ഒരുത്തന് അത് വീണ്ടെടുക്കാം. അതിനാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത്. വേറെ ആരായി വന്നിരുന്നെങ്കിലും വീണ്ടെടുപ്പ് നടക്കില്ലായിരുന്നു. പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയ മനുഷ്യന്റെ അടുത്ത ബന്ധുവായി, മനുഷ്യനായിട്ട് തന്നെ യേശു വന്നു. നമ്മെ വീണ്ടെടുത്താൽ നാം നിമിത്തം നഷ്ടപ്പെട്ടു പോയതിനെയും വീണ്ടെടുക്കാം. രൂത്തിനെ വീണ്ടെടുത്തപ്പോൾ രൂത്തിന്റെ ഭർത്താവിന്റെ വസ്തുവകകളെല്ലാം വീണ്ടെടുക്കപ്പെട്ടതുപോലെ മനുഷ്യനെ വീണ്ടെടുത്താൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട സകലത്തെയും വീണ്ടെടുക്കാം. അതുകൊണ്ട് ദൈവം പുത്രൻ മുഖാന്തരം ആദ്യം നമ്മെ, മനുഷ്യനെ വീണ്ടെടുത്തു. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ. അങ്ങനെ നമ്മെ വീണ്ടെടുത്തു, വീണ്ടെടുപ്പ് വില കൊടുത്തു, രേഖകളെല്ലാം എഴുതി ദീർഘനാളത്തേക്ക് വെച്ചു. കാരണം വീണ്ടെടുപ്പിന്റെ അന്തിമ രൂപം അന്ന് നടന്നില്ല, ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. ആ നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ കുഞ്ഞാട് പ്രവേശിച്ചിരിക്കുന്നത്. 6-ാം അധ്യായം മുതൽ നാം അതാണ് കാണുന്നത്. അതിൽ ഒന്നാമത് നാം കണ്ടു, അതിന്റെ ഭാഗമായി 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു ചുമന്ന കുതിര. 3ഉം 4ഉം വാക്യങ്ങളിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കണ്ടു ഒരു ചുമന്ന കുതിര. ആ ചുമന്ന കുതിര വിപ്ലവത്തെ, യുദ്ധത്തെ ഒക്കെ കാണിക്കുന്നു, രക്തച്ചൊരിച്ചിലിനെ കാണിക്കുന്നു. നാം അവിടെ കാണുകയുണ്ടായി. ആ കുതിരപ്പുറത്തിരിക്കുന്നവൻ ലോകത്തിൽ നിന്ന്, അല്ലെ ഭൂമിയിൽ നിന്ന്, നിങ്ങളോട് പറഞ്ഞു, സമാധാനം എടുത്തു കളയുവാൻ വേണ്ടിയുള്ള അധികാരമാണ് അവന്. എങ്ങനെയാ സമാധാനം എടുക്കുന്നത്? മനുഷ്യർ തമ്മിൽ തമ്മിൽ കൊല്ലുവാൻ തക്കവണ്ണം സമാധാനം എടുത്തു കളയുന്നു. 2 തരത്തിലുള്ള സമാധാനം ഇല്ല. മനസ്സിനും സമാധാനമില്ല, ബന്ധത്തിലും സമാധാനമില്ല. മനസ്സിൽ സമാധാനമില്ലാതെ വരുമ്പോഴാണ് ആൾക്കാർ ഭ്രാന്ത് പിടിക്കുന്നത്. മനസ്സിൽ സ്വസ്ഥതയില്ലാതെ വരുമ്പോഴാണ് വട്ട് പിടിക്കുന്ന പറയത്തില്ല. നമ്മൾ തന്നെ പറയത്തല്ലേ, ഓ എനിക്ക് വട്ട് പിടിക്കുന്നു, നമ്മൾ തന്നെ പറയല്ലോ. വേറെ ആരെങ്കിലും നമ്മളെ വട്ടന്മാരെന്ന് വിളിച്ചാൽ നമുക്ക് ദേഷ്യം വരും. ചില സമയത്ത് നമ്മൾ തന്നെ പറയും വട്ട് പിടിക്കുന്നു, ഭ്രാന്ത് പിടിക്കുന്നു. അപ്പം മനുഷ്യര്
സമാധാനമില്ലാതെ ഡിപ്രഷനിലായി, ടെൻഷനിലായി, ഭയങ്കര മാനസിക പിരിമുറുക്കത്തിലും സമ്മർദ്ദത്തിലും അകപ്പെട്ട് ഇറിറ്റേറ്റഡായി ഇങ്ങനെ ഓടി നടക്കും. മനുഷ്യൻ ഇങ്ങനെ ഒരു സ്വസ്ഥതയില്ലാതെ ഇറിറ്റേറ്റഡായി നടക്കുമ്പോൾ അവൻ ആരെയെങ്കിലും വകവെക്കുവോ? സർവത്ര ദേഷ്യ. ഈ പേ പിടിച്ച പട്ടിയുടെ കൂട്ട് കാണുന്നവരെ ഒക്കെ കടിക്കും. ആനയാണെങ്കിൽ പോലും ഇടത്തില്ലത്. കാരണം പേ പിടിച്ചു, അവന് ഒരു സുബോധമില്ല. കാണുന്നവനെയൊക്കെ കടിക്കണമെന്ന് മാത്രമേ അതിന് ചിന്തയുള്ളൂ. സിംഹമായാലും അവനതിനെ പേടിക്കത്തില്ല. ഇതുപോലെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ച് സമാധാനം എടുത്തു കളഞ്ഞ് സ്വസ്ഥത എടുത്തു കളഞ്ഞ് തമ്മിൽ തല്ലിക്കാൻ, രക്തം ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടാണ് രണ്ടാമത്തെ കുതിരയും കുതിരസവാരിയും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഭൂമിയിൽ എന്തുമാത്രം അസമാധാനമാണ്, എന്തുമാത്രം അസ്വസ്ഥതയാണ്. ജനങ്ങൾ തമ്മിൽ, ജാതികൾ തമ്മിൽ, ഭാഷക്കാർ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, രാഷ്ട്രീയക്കാർ തമ്മിൽ എന്തൊരു അസ്വസ്ഥതയാ, എന്തൊരു ഭിന്നതയാ. ഇന്നലെ ബാംഗ്ലൂരിലെ ഒരു വാർത്ത നിങ്ങൾ വായിച്ചു കാണും, കേട്ടു കാണും. ഒരു കോളേജിലെ സെക്യൂരിറ്റിയുടെ മുഖ്യനായിരുന്ന ആളിനെ അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പട്ടാപ്പകല് കുത്തിക്കൊന്നു. കോളേജിന്റെ നിയമമാണ്, കോളേജിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകാൻ പാടില്ല. പുറത്തു പോയാൽ പിന്നെ അന്ന് തിരിച്ചു കയറ്റത്തില്ല. ഈ ഒരു ചെറുപ്പക്കാരൻ പുറത്തു പോയപ്പോൾ സെക്യൂരിറ്റി ചീഫ് പറഞ്ഞു പോകരുത്. ഇവൻ കേട്ടില്ല. പോയാൽ തിരിച്ചു കയറ്റത്തില്ല. ഇവൻ പോയി. അല്പം കഴിഞ്ഞപ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ട് കത്തിയുമായി വന്നു. ഈ മനുഷ്യനെ അവിടെ വെച്ച് തന്നെ കുത്തി കൊലപ്പെടുത്തി. നിസ്സാര കാര്യങ്ങൾക്ക്. വീടുകളിൽ, ഭവനങ്ങളിൽ അങ്ങനെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേരളത്തിൽ ഞങ്ങളുടെ നാടിനടുത്ത, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, മാന്നാർ കലയുടെ കൊലപാതകമെന്നും പറഞ്ഞൊരു വിഷയം ഇപ്പോൾ വാർത്തകൾ നടക്കുക. 15 കൊല്ലം മുമ്പ് തിരോധാനം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി. സ്വന്തം ഭർത്താവാണ് കൊലപാതകി എന്ന് വാർത്തകളിലൂടെ കേൾക്കുന്നു. അപ്പോൾ അക്രമാസക്തരായി ജനം ഇപ്പോൾ തന്നെ തീരുന്നു. ഓർത്തു നോക്കുക, ദൈവസഭ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഇത് വെറും ഭ്രാന്താലയമായി മാറും. ഈ ലോകം വെറും ഭ്രാന്താലയമായി മാറും. തമ്മിൽ തമ്മിൽ കൊന്നൊടുക്കും. അതിന് പ്രത്യേക കാരണമൊന്നും വേണ്ട. അതാണ് രണ്ടാമത്തെ കുതിര, ചുമന്ന കുതിരയും കുതിരസവാരിയും. മനസ്സിലാവുന്നുണ്ടല്ലോ? മൂന്നാമത്തേത് കറുത്ത കുതിര, ക്ഷാമത്തെ കാണിക്കുന്നു. നമ്മൾ കണ്ടു, ഒരു പണത്തിന്, ഒരു ദിനാർ, ഒരു പണം ഒരു ദിവസത്തെ കൂലിയ. അതിന് ഒരിടങ്ങഴി ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം. നമ്മുടെ കണക്കിന് 3 നേരമുണ്ട് ആഹാരം. ഇനി നോർത്ത് ഇന്ത്യൻസിന്റെ ഗ്രാമങ്ങളിലെ കണക്കാണെങ്കിൽ 2 നേരമുണ്ട്. പക്ഷേ ഒരു ദിവസം മുഴുവനും പണി ചെയ്താലും ഒരു നേരത്തെ അപ്പത്തിനുള്ള വകയുള്ളൂ. നമ്മുടെ രീതിയിൽ
ചോറ് മാത്രം വെച്ചത് കൊണ്ട് ആഹാരം ആകുന്നില്ലല്ലോ. ചമ്മന്തിയെങ്കിലും അരയ്ക്കണ്ടേ? നോർത്ത് ഇന്ത്യൻ ഭാഷയാണെങ്കിൽ ദാൽ ചാവൽ എന്ന് പറയും, ദാൽ റോട്ടി എന്ന് പറയും. ചപ്പാത്തിയും ഒരു ഏറ്റവും പാവപ്പെട്ടവന്റെ കറിയാണ് പരിപ്പ് കറി. അതെങ്കിലും വേണ്ടേ? പക്ഷെ ഇത് ക്ഷാമം അങ്ങോട്ട് മൂക്കുമ്പോൾ അരി വാങ്ങാം, വേറെ ഒന്നും വാങ്ങാനൊക്കത്തില്ല. ഗോതമ്പ് വാങ്ങാം, വേറെ ഒരു കറിയില്ല. ഒരു ദിവസത്തെ മുഴുവൻ ജോലിയുടെ വേതനം കൊണ്ട് ഒരു നേരത്തെ ആഹാരം മാത്രം. ക്ഷാമം. ആ ക്ഷാമത്തിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ നമ്മൾ ഇന്നലെ വിലാപഗീതത്തിൽ നിന്നും കണ്ടു. ഇനിയും അടുത്ത കുതിര. ഇത്രയും കാര്യങ്ങളിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്തത് നാം കാണുന്നു 7ഉം 8ഉം വാക്യങ്ങൾ, വേഴ്സസ് 7 and 8. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളയുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. 4ാമത്തെ കുതിര, 4ാമത്തെ ജീവി വരിക എന്ന് പറഞ്ഞു. കുഞ്ഞാട് 4ാമത്തെ മുദ്ര പൊട്ടിച്ചു. അപ്പോൾ ഒരു 4ാമത്തെ കുതിര, നിറം മഞ്ഞ, അല്ലെ? മഞ്ഞ. ഈ മഞ്ഞ മരണത്തെ കാണിക്കുന്നതാണ്. മഞ്ഞ മരണത്തെ കാണിക്കുന്നു. എ പെയിൽ ഹോഴ്സ്, ദ കളർ പെയിൽ, രക്തമില്ലായ്മയാണത്. നമ്മൾ ഓർത്തല്ല മഞ്ഞൾ ചിരിക്കുന്നത് കണ്ടോ? ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ നിറം മഞ്ഞളിപ്പിലേക്ക്, ചോരയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അത് വ്യക്തമാണ്. ആ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ പേരും മരണമെന്ന്. മരണം. അവൻ എന്താ ചെയ്യുന്നത്? മനുഷ്യർ മരിക്കത്തക്കതുപോലെ, അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ മരണം വിതറുവാൻ അവൻ അധികാരം കൊടുത്തു. എങ്ങനെയൊക്കെയാ അവൻ മരണം വരുത്തുന്നത്? വാള്, ക്ഷാമം, രോഗം. നമ്മൾ കണ്ടു വാള്. 2ാം കുതിര വന്നപ്പോൾ അവിടെ വന്നത് വാളാണ്. 3ാമത്തെ കുതിര വന്നപ്പോൾ ക്ഷാമം. ഇപ്പോൾ യുദ്ധവും മരണവും, കൂടാതെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണവും. ഇതെല്ലാം കൂടെ അപ്പോൾ 2ാമത്തെയും 3ാമത്തെയും ഒക്കെ കുതിരകളും കുതിര ചേവകരും വന്ന് 4ാമത്തെ കാര്യത്തെ ഉറപ്പിക്കുന്നു, മരണം. മറ്റൊരു പ്രതിഭാസമാണ് കാട്ടുമൃഗങ്ങൾ. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ തന്നെ പല പട്ടണങ്ങളിലും കാട്ടുമൃഗങ്ങൾ, കാട്ടാന, കാട്ടുപന്നി, പുള്ളിപ്പുലി, കടുവ എന്ന് വേണ്ട, ഇതെല്ലാം ഇറങ്ങുന്നു. ഞങ്ങളുടെ അവിടെയൊക്കെ കുരങ്ങുണ്ട്. ആ കുരങ്ങുകളുടെ കാട്ടുപോത്ത്, കുരങ്ങ് എല്ലാം പുറത്ത് ചാടുക.
ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഇവകളെ നിയന്ത്രിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇപ്പം ഹൈന്ദവ ദൈവങ്ങളെയും ദൈവ സ്വരൂപങ്ങളെയും ഒക്കെ വളരെയധികം മാനിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന RSS BJP ഗവൺമെന്റിന് ഈ കുരങ്ങ് ശല്യത്തെ ഒന്നൊതുക്കാൻ പറ്റുമോ? സാധ്യമല്ല. എത്രയോ വൻ നഗരങ്ങളിൽ, വലിയ വലിയ സിറ്റീസിൽ കുരങ്ങ് ശല്യം രൂക്ഷമാണ്. ഇറങ്ങി നടക്കാൻ പോലും ഒക്കാത്ത സ്ഥിതിയിൽ നടന്നു പോകുന്നവരെ പോലും ആക്രമിക്കുന്ന അളവിൽ ഇതിന്റെ ശല്യം ഏറെ വഷളായിരിക്കുന്നു. അപ്പോൾ ഈ കാട്ടുമൃഗശല്യം ഇന്ന് നാം അതിന്റെ ചെറിയ സൂചനകൾ കണ്ടുകൊണ്ടിരിക്കുക. ദൈവം അനുവദിക്കുമ്പോൾ കാട്ടിൽ കിടക്കുന്ന ഈ സാധനമൊക്കെ പുറത്തെയാടും. ആർക്കും നിയന്ത്രിക്കാൻ ഒക്കാത്തതുപോലെ. ഈ നാട്ടിലെ പട്ടിശല്യം തന്നെ നോക്കും. നായകൾ, മനുഷ്യനെ വരെ ഈ കാലത്തായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ഒക്കെ പോലും കടിച്ച് കീറി എന്തു വല്ലാത്തൊരവസ്ഥ. എന്നാൽ തിരിച്ചൊരു മനുഷ്യനായിരുന്നു ഈ നായ്ക്കളിൽ ഒന്നിനെ കൊന്നതെങ്കിൽ ആ മനുഷ്യൻ ഇന്ന് ജയിലിൽ കിടന്നേനും, ഒരുപക്ഷെ ബെയിൽ പോലും ഇല്ലാതെ. ഈ പ്രതിഭാസങ്ങളെല്ലാം നമ്മെ കാണിക്കുന്നത് എതിർക്രിസ്തുവിന്റെ ഭരണകാലത്ത് ദൈവസഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ട ശേഷം യേശുക്രിസ്തു മണവാളനായി വാനിൽ വെളിപ്പെട്ട അനന്തരം ഇവിടെ ഭൂമിയിൽ നടക്കുവാനിരിക്കുന്ന സംഭവ വികാസങ്ങളാണ്. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഈ നാലാമത്തെ കുതിര, ആ കുതിര സവാരിയും വന്നിട്ട് ഭൂമിയിൽ 1/4 മരണം കൊണ്ട് നീക്കുകയാണ്. ഇത്രയധികം പേർ മരിച്ച മറ്റൊരു സംഭവം, ഒരു സമയം ചരിത്രത്തിൽ കാണുകയില്ല. ഓരോ യുദ്ധത്തിലും മരിച്ചവരുടെ എണ്ണമൊക്കെ എഴുതിയ ഒരു പുസ്തകമൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഒരു ലിസ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം കൂടെ പറയാൻ ഞാൻ സമയം എടുക്കുന്നില്ല. ഓരോ യുദ്ധത്തിലും, ലോകത്തിൽ നടന്നിട്ടുള്ള മേജറായ യുദ്ധങ്ങളുടെ കണക്കും ആ യുദ്ധങ്ങളിൽ മരിച്ചവരുടെ കണക്കും ഒക്കെ ഉണ്ട്. എന്നാൽ അതിനേക്കാളിലൊക്കെ എത്രയോ അധികമായിരിക്കും ലോകത്തിലുള്ളവരുടെ 1/4 മരണത്താൽ നീക്കപ്പെടുന്ന ആ പ്രത്യേക ശിക്ഷാ നടപടി. അതിനെയാണ് നാലാമത്തെ കുതിരയെ കൊണ്ട് ഇവിടെ പറഞ്ഞ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ഒരു സംഭവം ഒരുപക്ഷെ മഹാപീഡനത്തിന്റെ 2ാം പകുതിയോടെ സംഭവിക്കുന്നതാകാം. ഏതായാലും ഏറെ ഭീകരമാണ്. ജനസംഖ്യയുടെ 1/4 തമ്മിൽ തല്ലി മരിക്കുക, കാട്ടുമൃഗങ്ങൾ പിടിച്ചു തന്ന് മരിക്കുക, പ്രകൃതിക്ഷോഭങ്ങളാൽ മരിക്കുക. ഇപ്പോൾ തന്നെ നോക്ക്, ഇടിമിന്നൽ. നേരത്തെയൊക്കെ നമ്മുടെ കേരളത്തിലെ ഉണ്ടായിരുന്നുള്ളൂ ഇടിമിന്നൽ, ഈ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊന്നും ഇല്ലായിരുന്നത്. എന്നാൽ ഇപ്പോൾ വടക്കേന്ത്യയിലൊക്കെയാണ് ആൾക്കാർ കൂടുതലും മരിക്കുന്നത്. തുറന്ന സ്ഥലങ്ങളിൽ ആടുകളെയും എരുമകളെയും ഒക്കെ തീറ്റിക്കൊണ്ടിരിക്കുന്നവര്, കൃഷിഭൂമികളിൽ പണിയെടുക്കുന്നവര്
കൂട്ടത്തോടെയാണ് ഇടിമിന്നലേറ്റ് മരിക്കുന്നത്. ഇപ്പോൾ തന്നെ അതിന്റെ ചെറിയ ലാഞ്ചന നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നതൊന്നും അല്ല. ഇതൊന്നും ഈറ്റുനോവിന്റെ ആരംഭം പോലും അല്ല കേട്ടോ. ഈറ്റുനോവിന്റെ ആരംഭമൊക്കെ സഭ ഇവിടെ നിന്നും എടുക്കപ്പെട്ട ശേഷം സംഭവിക്കാൻ പോകുന്നതാ. ആവർത്തിക്കുന്നു, ഈറ്റുനോവിന്റെ ആരംഭം പോലും സഭ എടുക്കപ്പെട്ട ശേഷം സംഭവിപ്പാൻ പോകുന്നതാണ്. സ്തോത്രം. ആവർത്തിച്ചു പറയട്ടെ, നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വരുന്ന മേഘങ്ങളുടെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരു അടയാളവും നോക്കിയിരുന്ന് അബദ്ധത്തിലകപ്പെടരുത്. കർത്താവ് സഭയെ ചേർക്കാൻ വരുന്നതിന് പ്രത്യേക അടയാളങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആകെ കൂടെയുള്ള അടയാളം നമുക്കറിയാൻ ഒക്കാത്തൊരു അടയാളവുമാണ് താൻ. ഓർമ്മയുണ്ടോ? ജാതികളുടെ സംഖ്യ പൂർണ്ണ വെരി ഗുഡ്. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുക എന്ന ഒരൊറ്റ അടയാളമേ ഉള്ളൂ. റോമർ 11:25 അതല്ലാതെ വേറെ ഒരടയാളവും നമ്മുടെ കർത്താവ് സഭയെ ചേർക്കാൻ വരുന്നതിന് വേണ്ടിയിട്ടില്ല. ഇനി ഈ അടയാളവും നമുക്ക് വല്ലതും പിടികിട്ടുവോ? ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുക, ഓക്കെ, സമ്മതിച്ചു. ഇനി എത്ര പേര് ബാക്കിയുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കാ കണക്കറിയാവുന്നത്? തമ്പുരാന് മാത്രമേ ഉള്ളൂ. പറയുമ്പോൾ നമുക്ക് പറയാം, ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരാതെ കർത്താവ് വരുത്തില്ല, അത് ഉറപ്പാ. പക്ഷേ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലെ അവസാനത്തെ ആളും കൂടെ കർത്താവിനെ അറിഞ്ഞ സഭയിലേക്ക് വന്നാൽ യോഗം ആശീർവാദം പറയാൻ കാത്തിരിക്കത്തില്ല. അതിനു മുമ്പ് കർത്താവ് വന്ന് തന്റെ സഭയെ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവകളൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം. അതും ഇപ്പോഴല്ല, സഭ എടുക്കപ്പെട്ട അനന്തരമാണ് അതുപോലും സംഭവിക്കുക. കർത്താവിന്റെ മേഘപ്രത്യക്ഷയ്ക്ക് നമുക്ക് യാതൊരു അടയാളങ്ങളും ഇല്ല. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും എന്ന ഒരൊറ്റ സൂചന മാത്രം. അതുകൊണ്ട് നാം അതിനുവേണ്ടി ഒരുങ്ങുകയാണ് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത്രയും കാര്യങ്ങൾ, സംശയങ്ങൾ? ഒന്നുമില്ല. ഒരു വാക്യം പറയുന്നുണ്ടല്ലോ, ഇസ്രായേലിന്റെ ഭ്രംശം ജാതികളുടെ എന്താണ് വാക്യം ഉണ്ടല്ലോ, അതിനകത്ത് പറയുന്നില്ല, റോമർ 11:12-15 മറ്റെന്താകുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ. അപ്പം ഇസ്രായേൽ ലോകത്തിന്റെ നിരപ്പിന് കാരണമായെങ്കിൽ അതെ, അവരുടെ അംഗീകരണം മരിച്ചവരുടെ പുനരുദ്ധാനം അല്ലാതെ മറ്റെന്താകുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അവരുടെ അംഗീകരണം ഒരു കാരണമല്ലേ? അവരുടെ ആ അംഗീകരണത്തിന് തുടക്കം എന്ന് തുടങ്ങി? 1948 തുടങ്ങി. അപ്പം ഇസ്രായേലിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നതും എപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്? ഇസ്രായേലിന്റെ അന്തിമ വീണ്ടെടുപ്പിന്റെ കാര്യമാണ്. ഇസ്രായേലിനെ തിരുവെഴുത്തനുസരിച്ച് ഇസ്രായേലിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. ദ വേൾഡ് ക്ലോക്ക്, ലോകത്തിന്റെ ഘടികാരം എന്നാണ് ഇസ്രായേലിനെ വിളിക്കുന്നത്. തീർച്ചയായും ഇസ്രായേലിനെ നാം നോക്കിയാൽ ദൈവത്തിന്റെ ടൈം ടേബിൾ ഏകദേശമൊക്കെ നമുക്കറിയാം.
അതുകൊണ്ട് ഇസ്രായേലിനെ ലോകത്തിന്റെ ഘടികാരം, ലോകത്തിന്റെ വാച്ച്, ലോകത്തിന്റെ ക്ലോക്ക് എന്നാ വിളിക്കുന്നത്. 1948 മെയ് 14 ഇസ്രായേലിന് ഇന്നത്തെ രാഷ്ട്രം, സ്വതന്ത്ര രാഷ്ട്രം ലഭിച്ചതോടുകൂടെ അവരുടെ അംഗീകരണം ആരംഭിച്ചു. എന്നാൽ ഇതും അന്തിമമല്ലെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ഒരിക്കൽ കൂടെ അവർ അവിടെ നിന്നും ചിതറിക്കപ്പെടും. അപ്പോൾ അവരുടെ അംഗീകരണത്തിലൂടെ മരിച്ചവരുടെ പുനരുത്ഥാനം നടക്കുന്ന കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു എന്ന സൂചന തീർച്ചയായിട്ടും ഉണ്ട്. സൈൻസ് ഓഫ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ് എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് പക്ഷെ അത്ര പ്രസക്തമായി നമ്മൾ കാണുന്നില്ല. കാരണം ഇത് തന്നെ, യേശുവിന്റെ രഹസ്യവരവിന് തക്കതായ ഒരു അടയാളം കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രണ്ടാം വരവുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. പഴയ നിയമം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഏറിയ അടയാളങ്ങൾ നമുക്കുണ്ട്. എന്നാൽ നാം ആ അടയാളങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നവരാകരുത്. കാരണം അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല യേശു സഭയ്ക്ക് വേണ്ടി മണവാളനായി മേഘങ്ങളിൽ വരിക. അതിനൊറ്റ അടയാളേ ഉള്ളൂ: ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുക, സഭയുടെ വളർച്ച പൂർണ്ണമാവുക, മാനസാന്തരപ്പെടുവാനുള്ളവർ മാനസാന്തരപ്പെടുക. 2 പത്രോസ് 3:9 നാം അത് കാണുന്നുണ്ട്. ചിലർ താമസം എന്ന് നിരൂപിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പിന്നെന്താ താമസിക്കുന്നേ? ആരും നശിച്ചു പോകാതെ എല്ലാരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ദീർഘക്ഷമാണ്. ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് ദൈവം നിങ്ങളോടും ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുവൻ പെടുവാൻ വേണ്ടി ദൈവം ഒരുവൻ അനുവദിച്ച സമയം തീരുന്നത് എപ്പോഴെന്ന് നമുക്ക് അറിയില്ല. ഏറ്റവും ഒടുവിൽ മാനസാന്തരപ്പെട്ട് ആ സംഖ്യ തികയ്ക്കുന്നവനാരെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നാം ഏത് സമയത്തും ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് വരുന്നു. മാറാനാഥ. സ്തോത്രം. ബാക്കി ഭാഗം കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെയാകാം.